നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആധുനിക വൈദ്യലോകത്തെ ഏറെ അമ്പരിപ്പിക്കുന്ന എന്നാൽ അതിലധികം ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 50 വയസ്സിൽ താഴെയുള്ളവരിൽ കൂടുതലായി ക്യാൻസർ ബാധ ഉണ്ടാകുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ ആഗോളതലത്തിൽ ക്യാൻസർ കണ്ടെത്തുന്ന 50 വയസ്സിൽ താഴെയുള്ളവരുടെ എണ്ണം 80% വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. UK-യിലെ നിരക്ക് 25%. 2023 ഇന്റർനാഷണൽ അനാലിസിസ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ഇതിനുള്ള കാരണം കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും UK-യിലെ ക്യാൻസർ വിദഗ്ധർ അവരുടെ സംശയങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഓങ്കോളജിസ്റ്റും ക്യാൻസർ റിസർച്ച് UK-യിലെ ചീഫ് ക്ലിനീഷ്യനുമായ പ്രൊഫസർ ചാൾസൺ സ്ട്വാൻഡർ ആണ് ഇത് ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ക്യാൻസറിന്റെ വ്യാപനവും ബ്രിട്ടീഷുകാരുടെ ജങ്ക് ഫുഡ്, അമിതമായി സംസ്കരിച്ച ഭക്ഷണം എന്നിവയോട് വളർന്നു വരുന്ന പ്രീതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നാരുകളുള്ള ഭക്ഷണം കുറവ് കഴിക്കുകയും പഞ്ചസാര അമിതമായി കഴിക്കുകയും ചെയ്യുന്നവരുടെ അന്നനാളത്തിൽ കണ്ടുവരുന്ന ഒരുതരം ബാക്ടീരിയ ബോവൽ ക്യാൻസറിന് കാരണമായേക്കും എന്നതിനുള്ള ചില പ്രാഥമിക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ക്യാൻസർ ബാധയുള്ള ചെറുപ്പക്കാർ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രധാനമായി മോശമായ ഭക്ഷണക്രമം മൂലമുണ്ടാകുന്ന ഉയർന്ന കൊളസ്ട്രോൾ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് ഇരയാണെന്ന് നാഷണൽ വാൻഡർബിൽറ്റ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്ററിലെ ക്യാൻസർ വിദഗ്ധ ഡോക്ടർ കാത്തി എങ്കും പറയുന്നു. അധികമായി സംസ്കരിക്കാത്ത ഭക്ഷണങ്ങൾ, സാച്ചുറേറ്റഡ് ഫാറ്റ്, പഞ്ചസാര, ഉപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറവായി കഴിക്കണമെന്നാണ് തങ്ങൾ ആളുകളെ ഉപദേശിക്കുന്നതെന്നും ന്യൂട്രീഷനിസ്റ്റും വേൾഡ് ക്യാൻസർ റിസർച്ച് ഫണ്ടിൽ ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് പ്രൊമോഷൻ മാനേജറുമായ മാത്യു ലംബർട്ടും പറയുന്നു. കേക്ക്, ബിസ്ക്കറ്റ്, പേസ്ട്രികൾ, ക്രിപ്സ്, ഷുഗർ, സ്വീറ്റ്നസ് ഡ്രിങ്ക്സ്, പിസ്സ, ബർഗർ പോലുള്ള ഫാസ്റ്റ് ഫുഡുകൾ എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയിൽ നാരിന്റെ സാന്നിധ്യം തീരെയില്ല എന്ന് മാത്രമല്ല, അത്യാവശ്യമായ പോഷണങ്ങളും അതിലില്ല. വല്ലപ്പോഴും ചെറിയ അളവിൽ മാത്രം ഇവ കഴിക്കുക എന്നും അദ്ദേഹം പറയുന്നു. ഹാം അല്ലെങ്കിൽ ബീക്കൺ പോലുള്ള സംസ്കരിച്ച മീറ്റ് എല്ലാ ദിവസവും കഴിക്കുന്നത് ക്യാൻസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പ്രൊഫസർ സ്വാൻറ്റൺ പറയുന്നു. ഇത് ദിവസേന കഴിക്കുന്നവരിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഴിക്കുന്നവരിലേതിനേക്കാൾ 40% അധികമാണ് ബോവൽ ക്യാൻസർ വരുന്നതിനുള്ള സാധ്യത എന്നാണ് അദ്ദേഹം നടത്തിയ ഒരു പഠനത്തിൽ വെളിപ്പെട്ടത്. ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങളിലെ നൈട്രേറ്റ് ആണ് ഇവിടെ വില്ലൻ എന്നാണ് കരുതപ്പെടുന്നതെന്നും അദ്ദേഹം കൃത്യമായി തന്റെ പഠനത്തിൽ പറയുന്നുണ്ട്.